ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിന് മൂല്യം നൽകണം എന്നുള്ളതാണ്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് കൂടെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്തു കൊടുക്കാനും നമ്മൾ തയ്യാറാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഒന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നാണ്. നമ്മളുടെ കൂടെയുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നല്ല. ഇപ്പോൾ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കെയർ ചെയ്യണം എന്നാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ മറ്റാരും നമുക്ക് ചെയ്തു തരില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സെൽഫ് കെയർ വേണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെയും മാറ്റിവെച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി നമ്മളെ വേണ്ട വിധം ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് കൂടി നിങ്ങളൊന്ന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് അത് സ്വയം തോന്നിയിട്ടുണ്ടായിരിക്കാം. എനിക്ക് പ്രാധാന്യം കിട്ടേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇനഫാണ് എന്നൊരു തോന്നൽ വേണം. എനിക്കത് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വാങ്ങുക. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യാതെ സെൽഫ് കെയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തോന്നുന്ന ചില തോന്നലുകളെ നിങ്ങൾ ഈ ഒരു സമയം വിശ്വസിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടും കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ഹീലിംഗ് പവർ, അതായത് ഈ ഒരു ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഹീലറാണ്. അപ്പോൾ ആ ഒരു ഹീലിംഗ് പവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിലെ നിങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നത് നിങ്ങൾ പതിയെ പതിയെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നും നിങ്ങൾക്കിവിടെ മെസ്സേജ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 10 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്തുന്ന ആൾക്കാരാണ് കാണുന്നത്. അതിൽ അവിടെ ആരുമില്ല എന്നുള്ളതാണ്. അതായത് എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. വീട്ടിലെ കാര്യം ചെയ്യുമായിരിക്കാം, വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ജോബ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇതിൽ ഒരു വീട് പണിയൊക്കെ നടക്കുന്ന ഒരു എനർജി ഉണ്ട്. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം ഇതെല്ലാം നോക്കി നടത്തുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നമായിരിക്കാം ഈ വീട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആളിൻ്റെ എനർജിയാണ് ഇത്. പക്ഷേ നിങ്ങളത് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ ജോലികളെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ്
ചില ആൾക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അതായത് കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. അതായത് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒരു എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഇതിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ഹാർഡ് വർക്കിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ്, നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായ അല്ലെങ്കിൽ ശക്തമായ തീരുമാനങ്ങൾ ഈ സമയം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയത്തിന് മേൽ നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ് കോർണറൊക്കെ ഒന്ന് മാറ്റി വെച്ച്, ഇമോഷൻസ് മാറ്റി വെച്ച് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഈ സമയം നിങ്ങൾ തീരുമാനമെടുക്കുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ ഈ സമയം എല്ലാം വളരെ ഹ്യൂമറസ് ആയിട്ട് കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആരെയും വേദനിപ്പിക്കാതെ, എന്നാൽ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യും. അപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ നിലപാട് അറിയിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ആ നിലപാടിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാനും സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ദിവസമാണ്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതായത് മറ്റൊരാളുടെ തണൽ എനിക്ക് ആവശ്യമില്ല എന്നൊരു തീരുമാനം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ തന്നെ ധാരാളമാണ് എന്നൊരു ചിന്തയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത് എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന ആ വേദനകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ക്യാരി ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എത്ര വേണ്ടാന്ന് വെച്ചാലും ആ വേദനകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവാം. ഒരു പക്ഷേ നിങ്ങൾക്ക് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്ന് ലഭിച്ച വേദനകളാവാം അവ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്. അത് നിങ്ങൾക്ക് എൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത് എന്നാണ് ഡിവൈൻ പറയുന്നത്. നിങ്ങൾക്ക് പലതും വിട്ടുകളയാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും വേദനയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിട്ടുകളയേണ്ടിയ കാര്യങ്ങൾ തീർച്ചയായും വിട്ടുകളയുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ നിങ്ങളോട് പറയുന്നത്. അതുമാത്രമല്ല, ആവശ്യമില്ലാത്ത പേടിയൊക്കെ ചില ആൾക്കാർക്കുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ രാത്രിയിലൊക്കെ ദുസ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുന്നു എന്നുള്ളതാണ്. അതായത് വീണ്ടും വീണ്ടും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ട്. അതായത് അങ്ങനെ ഒരു കാര്യം സംഭവിക്കും, അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് തന്നെ സംഭവിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. അപ്പോൾ ശരിക്കും ഈ ഒരു നെഗറ്റിവിറ്റിയെ വളർത്താൻ നിങ്ങൾ സഹായിക്കരുത് എന്നുള്ളതാണ്. നിങ്ങളായിട്ട് അതിന് വളം ചെയ്ത് കൊടുക്കരുത് എന്നുള്ളതാണ്. അതുപോലെ കുറേ ആൾക്കാർക്ക് ഉറക്കമില്ല എന്നുള്ളതും ഇതിൽ കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ഫോക്കസ് മാറ്റി വിടേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മാക്സിമം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർ കുറേ നെഗറ്റീവ് തോട്ട്സിലിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലും കാണുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ചില ചലഞ്ചസ് വരുമ്പോൾ നിങ്ങൾ പേടിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഇതെങ്ങനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്കതിന് സാധിക്കുമോ, വീണ്ടും പാസ്റ്റിലെ കുറേ എക്സ്പീരിയൻസ് ആവർത്തിക്കുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ കാര്യം, അത് പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 6 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ട്രാവൽ ചെയ്യാൻ പോകുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല, നിങ്ങളിപ്പം ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ചാണ്, ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു യാത്ര പോകുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇത് നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ച ഒരു യാത്രയാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കാത്തിരുന്ന ആ ഒരു യാത്ര, അത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട്, ചിലപ്പോൾ നിങ്ങളിതിന് വേണ്ടിയിട്ട് പലതവണ ശ്രമിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ അത് നടക്കാതെ പോയിട്ടുണ്ടാവാം. എന്നാൽ ഈ സമയം നിങ്ങളത് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ കുറേ ആൾക്കാർക്കും നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറി താമസിക്കാൻ പോകുന്നതാവാം. അപ്പോൾ നിങ്ങളിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്നും ഒരു ചേഞ്ചാണ്. അതൊരു പുതിയ വീട്ടിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ഓഫീസിലേക്കോ നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇതിൽ കുറേ ആൾക്കാർ ഒരു തീർത്ഥാടന യാത്ര പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാർക്കും ഒരു ട്രാവൽ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം ലഭിക്കുന്നിടത്ത് നിങ്ങൾ നടന്നെടുക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നിങ്ങൾ ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നത് എന്നും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ എംപ്രസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കണം എന്നാണ്. അപ്പോൾ മറ്റാരും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കൂല. ആ ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ സ്വപ്നങ്ങളുടെ ഇൻറ്റൻസിറ്റി എത്രമാത്രം ആണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കാം, പക്ഷെ ചെയ്യേണ്ടത് നമ്മളാണ്. അങ്ങനെയുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും വേണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് സക്സസ്ഫുള്ളായിട്ട് വരുമെന്നുള്ളതാണ്. പിന്നെ അബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റി ആണ്. അപ്പോൾ ഈ ഒരു എംപ്രസ് എന്ന് പറയുന്നത് നിങ്ങളിരിക്കുന്നിടത്ത് ആ ഒരു പൈസ വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് അഫർമേഷനൊക്കെ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ്, അതായത് ഇപ്പോൾ കുറച്ച് പൈസയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിലും അതിന് നിങ്ങൾ നന്ദി പറഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്തെ നിങ്ങളുടെ ഒരു മണി എനർജി വളരെ ഹൈ വൈബ്രേഷണൽ ആയിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ എനർജി വളരെ ഹൈ ആയിരിക്കും എന്നാണ്. അതിനാൽ തന്നെ പൈസ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ വരാം. നിങ്ങൾ നേരത്തെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ നൽകുന്നതാവാം. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നും നല്ലൊരു എമൗണ്ട് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങാൻ പോകുന്നതായിട്ടും
കാണുന്നുണ്ട്. ഇത് കുറേ ആൾക്കാർക്കും ഒരു ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ജോലി ചെയ്ത സ്ഥലത്തേക്ക് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇതിലൊരു ട്രാവലാണ്. നിങ്ങൾ സ്വയം ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. വളരെ സന്തോഷത്തിൽ പോകുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ പുതിയ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം മറ്റുള്ളവർ നിങ്ങളെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ സഹായം തേടി വരാനൊക്കെ സാധ്യതയുള്ള ഒരു എനർജിയാണ്, സമയമാണ്. മറ്റുള്ളവർക്കൊരു തുണയാകാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ പലരെയും സഹായിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളിലേക്ക് ഒരുപാട് അബണ്ടൻസ് വരുന്ന ഒരു എനർജിയാണ്. ശരിക്കും വളരെ ഭംഗിയായിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ഒരു പരാതിയും കൂടാതെ അതെല്ലാം ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ മറ്റുള്ളവർക്കും ഒരുപാട് റെസ്പെക്റ്റ് തോന്നുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം റെസ്പെക്റ്റ് കിട്ടുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ സന്തോഷത്തിലായിരിക്കും എന്നാണ്. അതായത് മറ്റുള്ളവരോട് സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടി പെരുമാറാൻ നിങ്ങൾക്ക് പറ്റും. മാത്രമല്ല അതായത് നിങ്ങൾക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ പറ്റുമെന്നും കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണെന്നും നിങ്ങൾക്കുള്ള ന്യൂനതകൾ എന്താണെന്നുമൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യതയുമുണ്ട്. പിന്നെ പേജ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന പുതിയ എന്തെങ്കിലും ന്യൂസ് ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ നിർത്തിയിട്ടിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു വരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ അത് പൂർത്തിയാക്കാതെ ഇരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ആ കാര്യങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അത് ഹീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ പഠിച്ചതായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ട് വേണ്ടാന്ന് വെച്ചതായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ചില ആൾക്കാർ പ്രാർത്ഥനകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത ആൾക്കാർ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തോ ഒരു ചെറിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അത് നിങ്ങളെ വളരെയധികം ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനൊരു കാര്യമാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കതിന് തുടക്കം കുറിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ പറ്റിയ ഒരു കാര്യം, അതായത് ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതോ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നു എന്നാണ്. പിന്നെ നിങ്ങളൊരു വീടോ വാഹനമോ ഒക്കെ വാങ്ങാൻ തീരുമാനിക്കുന്നുണ്ടാവാം. അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ സുരക്ഷിതമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കാൻ പറ്റുന്ന ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ്.
ഒരു വിവാഹമാകാം, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിംഗ് ആകാം. അപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം ആയിരിക്കാം. അങ്ങനെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അത്തരത്തിൽ സെലിബ്രേഷനിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ ഒരു സമയം നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതാണ്. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.